ഹായ് ഗായ്സ്, നമുക്കൊന്ന് ഒരു ബ്രെഡ് ചെയ്യാം. അപ്പോൾ മൈദ 500 ഗ്രാം, ഈസ്റ്റ് 7 ഗ്രാം, ഷുഗർ 130 ഗ്രാം, സോൾട്ട് 6 ഗ്രാം, ഫാറ്റ് അത് വന്നിട്ട് ബട്ടർ ആൻഡ് മാർഗരീൻ എടുക്കാം. ബട്ടർ 15 ഗ്രാം, മാർഗരീൻ 15 ഗ്രാം, അങ്ങനെ നമ്മൾ 13 ഗ്രാം ഫാറ്റ് ഇടുന്നു. വാനില പൗഡർ 5 ഗ്രാം, മിൽക്ക് പൗഡർ 10 ഗ്രാം, വാട്ടർ 260 ഗ്രാം. ഓക്കെ, ഇനി പ്രോസസ്സിങ് മെത്തേഡാണ്. പ്രോസസ്സിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ മാവ് നല്ലതുപോലെ കുഴയ്ക്കുക. നല്ലതുപോലെ നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുഴച്ച് നല്ല മാവിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ നല്ലതുപോലെ എല്ലായിടത്തും ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മുടെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ മാവൊക്കെ ഒട്ടാത്ത രീതിയിൽ ആയി വരും. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് ഓക്കെ റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അതിനുശേഷം കുറച്ച് മാവ് എടുക്കണം കയ്യിലെടുത്തിട്ട് അതിൻ്റെ എലാസ്റ്റിസിറ്റി നോക്കുക. എന്ന് പറയുമ്പോൾ ആ മാവിൻ്റെ എലാസ്റ്റിസിറ്റി നോക്കിയാൽ നമുക്ക് ഈ ബ്രെഡ് നല്ലതുപോലെ സ്പോഞ്ച് പോലെ കിട്ടും. ഇങ്ങനെ ഈ കൈ രണ്ടും ഇതാക്കിയിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. നോക്കിയതിന് ശേഷം നല്ലതുപോലെ ഒരു വലിയൊരു ഉരുളയാക്കണം. ഇങ്ങനെ കൈ ഷേപ്പ് ചെയ്ത് നല്ലൊരു ഉരുളയാക്കിയിട്ട് അതൊരു റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. അതിൻ്റെ ഈസ്റ്റൊക്കെ പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ബോൾ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതൊരു 20 മിനിറ്റ്സ് ഇട്ടാൽ മതി. ആ 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ക്ലീൻ ചെയ്ത് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ മൈദേനെ 4ആയിട്ട് ഭാഗിച്ച് അതിനെ ഈക്വലായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈക്വലായിട്ട് എടുക്കുന്നത് നമ്മളൊരു വെയ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യണം. വെയ്റ്റിംഗ് മെഷീൻ ഇതിൽ മസ്റ്റാണ്. എല്ലാം നമ്മൾ ഗ്രാം കണക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെയ്റ്റിംഗ് മെഷീൻ മസ്റ്റായിട്ട് വേണം. സോ ഇതാണ് ചെയ്യാനുള്ളത്. എല്ലാം ഈക്വലായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ 450 ടിന്നിൻ്റെ ബ്രെഡ് എടുക്കണം. 450 ടിൻ ബ്രെഡ് എടുക്കണം. ടിൻ ബ്രെഡ് എല്ലാ കടകളിലും ബേക്കറി ഷോപ്സിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലെടുത്തിട്ട് നമ്മൾ ഒരു നിശ്ചിത ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ വെക്കണം. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ടൈമുണ്ട്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര സമയം ഇനിഷ്യലായിട്ട് നമ്മൾ വെക്കാനുള്ള സമയം 1.15 hours നമ്മൾ ഇനിഷ്യൽ ടൈമിങ് വെക്കണം. ഈ ബ്രെഡ് ക്ലോസ് ചെയ്ത് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ബട്ടറൊക്കെ തേച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഇങ്ങനെ പൊങ്ങി വരും. അതും ഹീറ്റായിട്ടുള്ള ടെമ്പറേച്ചറുള്ള റൂം സൈഡ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് നമുക്ക് നല്ലതുപോലെ ഫെർമെൻറ്റേഷൻ നടന്ന് ഇത് പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അതിന് നല്ലതുപോലെ പൊങ്ങി വന്നിട്ട് ഈ ബ്രെഡിൻ്റെ തട്ട് എന്ന് പറയുമ്പോൾ ഈ ടിന്നിൻ്റെ ഭാഗം തട്ടുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഫുള്ളായിട്ടങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചങ്ങ് ഓവനിലോട്ട് കയറ്റുക. ഓവനിലോട്ട് കയറ്റുമ്പോഴത്തേക്കും ഒരു 30 or 35 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 175 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് വെക്കാം. പിന്നെ ബ്രെഡ് വെക്കാനുള്ളത് കൺവെക്ഷൻ മോഡിലാണ്. ഈ ബ്രെഡ് ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള കൺവെക്ഷൻ മോഡ്. ഓക്കെ, താങ്ക് യു.